ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരിക്കൽ പറഞ്ഞു, ഇഫ് യു ജഡ്ജ് എ ഫിഷ് ബൈ ഇറ്റ്സ് എബിലിറ്റി ടു ക്ലൈംബ് എ ട്രീ, ഇറ്റ്സ് ഗോയിങ് ടു എൻഡ് അപ്പ് ഇറ്റ്സ് ലൈഫ് സ്റ്റുപ്പിഡ്. അതായത് നമ്മളൊരു മീനിനെ അതിന് മരം കയറാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതിനൊതുക്കുമ്പോൾ അതിൻ്റെ ലൈഫ് ഒരു സ്റ്റുപ്പിഡായിട്ട് തന്നെ തീരുകയാണ്. അതുപോലെയാണ് പലരുടെയും, നമ്മൾ ചുറ്റുപാടുള്ള പലരുടെയും ജീവിതം. മറ്റുള്ളവർക്ക് പാട്ട് പാടാൻ കഴിവുണ്ട്, അല്ലെങ്കിൽ അവർ ജോബിൽ ഭയങ്കരമായിട്ട് ഷൈൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കതില്ല എന്ന് നമ്മൾ സ്വയം ജഡ്ജ് ചെയ്തിട്ട് ഒന്നും അല്ലാണ്ടായി തീരുമ്പോൾ നമ്മളെ ജീവിതം നമ്മളായിട്ട് സ്റ്റുപ്പിഡാക്കി പോവുകയാണ്. അതായത് നമ്മൾ എന്തു പറയുക, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാം. മറ്റുള്ളവർക്ക് അതുണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്കില്ലാത്തതിനെ പറ്റി ചിന്തിക്കണേക്കാൾ നമുക്ക് ദൈവം എന്തോരം നല്ല കാര്യങ്ങൾ തന്നിട്ടുണ്ട്, അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമ്മൾ ഓരോ സ്റ്റെപ്പായിട്ട് ഉയരങ്ങളിലേക്ക് സ്വയം നടക്കണം. അല്ലാതെ നമ്മളെ നടത്തിക്കാനായിട്ട് ആരും വരില്ല. നമ്മൾ തന്നെ വേണം നമ്മളുടെ എബിലിറ്റി മനസ്സിലാക്കിയിട്ട്, ഇല്ലാത്ത എബിലിറ്റീസിനെ പറ്റിയിട്ട് സങ്കടപ്പെടാതെ ഉള്ളതിനെ കൂടുതൽ ബൂസ്റ്റ് ചെയ്യുക. നമുക്കിഷ്ടപ്പെട്ട ജോലികൾ ചെയ്യുക, നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ട് പാടുക, പാട്ട് കേൾക്കുക. നമുക്ക് എന്താണ് ഇഷ്ടം, ട്രാവൽ ചെയ്യാനാണോ ഇഷ്ടം, അന്ന് ട്രാവൽ ചെയ്യുക. എല്ലാവർക്കും സംസാരിക്കാനുള്ള കഴിവുണ്ടാവണമെന്നില്ല, എല്ലാവർക്കും പാട്ട് പാടാൻ പറ്റില്ല, എല്ലാവർക്കും ജോബിൽ ഷൈൻ ചെയ്യാൻ പറ്റില്ല. എല്ലാ കുട്ടികളും A+ വാങ്ങിയിട്ട് ഉയരങ്ങളിൽ എത്തിയവരല്ല. 10ാം ക്ലാസ് തോറ്റവരും 10ാം ക്ലാസ് പോലും പഠിക്കാത്തവർ പോലും ഉയരങ്ങളിൽ എത്തിയവർ നമുക്ക് എക്സാമ്പിളായിട്ടുണ്ട്. പക്ഷേ പഠിച്ച് ഉയരങ്ങളിലെത്തിയ സയൻറ്റിസ്റ്റ് ആയവരുമെല്ലാം നമ്മളെ ചുറ്റുപാടുണ്ട്. അപ്പോൾ എല്ലാതും നിറഞ്ഞതാണ്, നമ്മൾ പോസിറ്റീവും നെഗറ്റീവും എല്ലാം ഇറങ്ങിയതാണ് ഒരു മനുഷ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ നമ്മൾ നെഗറ്റീവ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ നമുക്ക് എന്തിലാണോ കഴിവുള്ളത് അതിന് കൂടുതൽ ബിൽഡ് ചെയ്യാനായിട്ട് നോക്കുക. ഇല്ലാത്തതിൽ കൂടുതൽ ഡിപ്രസ് ആവാതെ നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുക, പാട്ട് പാടുക, കാര്യങ്ങളൊക്കെ ചെയ്ത് കൂടുതൽ നമ്മളെ ബൂസ്റ്റ് ചെയ്യുക. താങ്ക് യു.